ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പച്ചമീൻ എങ്ങനെ ഉണക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ വില കുറവിന് മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. എന്നും ഇതിലെ വിളിച്ചു പറഞ്ഞു പോകും 1.5 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒത്തിരി ആൾക്കാർ വാങ്ങി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കുറച്ച് മത്തി കിട്ടി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയേക്കണം. 1.5 കിലോ 100 രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചെറുതാണ്, എന്നാലും നമുക്ക് ചെറുചേമ്പ്, ഏത്തക്ക അതൊക്കെ ഇട്ട് ഒന്നുമില്ലാത്തപ്പോഴായിട്ട് കറി വയ്ക്കാം. തന്നെയുമല്ല, നമ്മൾ ഉണക്കിയെടുക്കുന്നതാണല്ലോ ഏറ്റവും നല്ലതും. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ക്ലീൻ ചെയ്തെടുത്ത മത്തി, ചാള എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഇത് പലവട്ടം കഴുകി, ഒരുപാട് വട്ടം കഴുകി കേട്ടോ. കല്ലുപ്പിട്ട് തേച്ചൊരച്ച് കേട്ടോ, മൺകലത്തിൽ കല്ലുപ്പിട്ട് തേച്ചൊരച്ച് ആണ് കഴുകിയത്. വെള്ളമൊക്കെ വാണ് പോവാനായിട്ട് വെച്ചിരുന്നതാണ്. വെള്ളമൊക്കെ പോയി. അപ്പോൾ ഞാനത് ഇത് ഉണക്കാനാണെന്ന് ഞാൻ മുൻപ് ഇവിടെ വില കുറവിന് വന്നതാണേ, അപ്പം മേടിച്ചതാണ്. അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു മൺകലത്തിൽ കല്ലുപ്പ് നിരത്തിയേക്കാണ്ടോ. ഉപ്പ് എന്തോരുണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ ഇത് ഉണക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് കുറേ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ, പേപ്പറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് കംപ്ലീറ്റ് പോകും. ഇത് നമുക്ക് നല്ല ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. നമ്മളുണ്ടാക്കണത് നമുക്ക് അത്രയ്ക്കും നല്ല ഒരു ഇതായിട്ട് കഴിക്കാമല്ലോ. അധികം വലിപ്പമൊന്നും ഇല്ലാത്തതാണെങ്കിലും ഉണ്ടല്ലോ, നല്ലോണം നെയ്യ് കഴുകിയപ്പോൾ അതിൻ്റെ നെയ്യ് ഞങ്ങൾ കണ്ടതാ. ഇത് ഞങ്ങൾ 2 പേരും കൂടി നന്നാക്കിയ കാരണം പിടിയിന്ന് എല്ലാം ക്ലിയറാക്കി എടുക്കാൻ പറ്റി. കുറച്ച് ഞങ്ങൾ കുടംപുളി ഇട്ട് വറ്റിച്ചു. ഇനി ഞങ്ങൾ ഇതിൻ്റെ മേലെ അതുപോലെ തന്നെ ഒരു ലെയർ കല്ലുപ്പിടാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ലെയറും അരികത്തൊക്കെ നമ്മൾ ഉപ്പ് വയ്ക്കണം. അപ്പോൾ അടുത്തത് ഞങ്ങളിപ്പോൾ ഇറക്കി നിരത്തുകയാണ്. നന്നാക്കി വന്നപ്പോൾ തല വെട്ടിക്കളഞ്ഞേ, സൈഡും അരിഞ്ഞൊക്കെ കളഞ്ഞ് വന്നപ്പോൾ അധികമൊന്നുമില്ല. വെളുത്ത ചേമ്പൊക്കെ ഇട്ട് കറി വയ്ക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. കപ്പങ്ങ, ഏത്തക്ക, കപ്പ ഇതൊക്കെ നമുക്ക് കറിയായിട്ട് ഇത് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നും വാങ്ങുന്ന ഒരു ഇതല്ല ഇത്. കടയിൽ നിന്നും വാങ്ങുന്നതെന്ന് പറഞ്ഞു ചീഞ്ഞതും അളിഞ്ഞതും ഒക്കെ ഇവർ ഒന്നിച്ച് കൂട്ടി ഉപ്പിട്ട് കുറേ ദിവസം വെച്ചാർന്ന് അതെടുത്ത് വെയിൽ കാണുമ്പോൾ വെയിലത്തിട്ട് അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കേട്ടേക്കണത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണല്ലോ. അപ്പോൾ ഒരു ലെയറും കൂടി ഞങ്ങൾ ഇടുകയാണ് ഉപ്പ്. ഇനി അടുത്ത ഒരു ലെയർ കൂടി ഇട്ട് കഴിയുമ്പോൾ തീരും.
ഇനി അടുത്ത ലെയറും കൂടി നിരത്തി വയ്ക്കാം. ഇത് ഞാൻ മറന്നു പോയാലോന്ന് കരുതി നേരത്തെ പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ മൂടി വയ്ക്കുകയാണ്. ഇത് ഉപ്പ് ഇങ്ങനെയുള്ള കാരണം ഒരു അണുക്കളും ഇതിൽ കയറില്ല. അപ്പോൾ ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതൊന്ന് എടുത്ത് പതിയെ ചരിച്ച് നോക്കണം. ചരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഊർന്ന് സൈഡിൽ ഊർന്ന് കിട്ടും. അത് നമ്മൾ ഇതിൽ അനക്കമൊന്നും ചെയ്യണ്ട, ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ആ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് കലം ചരിച്ചിട്ട് സ്പൂണ് കൊണ്ട് കോരി ആ വെള്ളം മാറ്റിയേക്കണം. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യണം. ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിലെ എല്ലാ വെള്ളവും പോയി ഉപ്പൊക്കെ ഇതിലേക്ക് ശരിക്കും പിടിച്ച് ഇരിക്കും. അന്നേരം വെയിൽ കാണുമ്പോൾ നമ്മളിതെടുത്ത് വെയിലത്തിട്ട് ഉണക്കൊക്കെ നമുക്കറിയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. വില കുറവിനൊക്കെ കിട്ടുമ്പോൾ അയില ആയാലും എന്നിട്ട് എന്ത് കൂട്ടായാലും നമ്മളിങ്ങനെ ചെയ്താൽ മതി, ഒരു കേടും വരില്ല. അയ്യോ ഇത്രയും ഉപ്പാണല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട. ഈ ഉപ്പല്ല, അതിനും നമുക്ക് ഇത് ഉപയോഗിക്കണ സമയത്ത് ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടാൽ ഉപ്പെല്ലാം ഇളകിപ്പോകും. ഇനി ഇത് നമുക്ക് മൂടി ഒരിടത്ത് വെക്കാം. മത്തി ഞാൻ ഇങ്ങനെ ഒരുക്കി വച്ചതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസം വെള്ളം ഊറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനന്ന് ഊറ്റി മാറ്റിയില്ല, ഉപ്പല്ലേ. അപ്പോൾ ആ വെള്ളം ഊറ്റി മാറ്റിയില്ല. അപ്പോൾ 2 ദിവസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ വെള്ളം ഊറ്റി മാറ്റി. ഏതാണ്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഊറ്റി മാറ്റി. അതിനുശേഷം ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അല്പം വെള്ളം കണ്ടു. അപ്പോൾ ഇന്നിതെടുത്ത് ഉണക്കാമായിരുന്നു. ഒരിത്തിരി വെള്ളമുണ്ട്, ഇത്തിരി. അത് നമുക്ക് ഇപ്പോൾ ഊറ്റി മാറ്റാം. അപ്പോൾ ആ വെള്ളം നമുക്ക് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ കൈ നടുക്കിൽ ഇങ്ങനെ പിടിച്ചേച്ചും കുമ്പിടിച്ചാലും അത് ഊറ്റിക്കളയാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഇനി 2-3 ദിവസം ഉണക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് നമ്മൾ ഇത്രയും ക്ലീനാക്കി ചെയ്തേക്കണത് കൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉപ്പ് കളയണം, അത് കുറേ നേരത്തെ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞിട്ട് വേണം മറ്റുള്ളതിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇനി ഞാനിത് ഉണക്കിയെടുത്തതിന് ശേഷം കറിയുമായിട്ടേ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരൂ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.